ഹലോ, വെൽക്കം ടു FC ട്രേഡർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മോർണിംഗ് തന്നെ ഞാൻ നല്ലൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് കണ്ടു, പക്ഷേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാമെന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബാഡ് മൈൻഡ് സെറ്റാണെന്ന് തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അവിടെ നിന്ന് ഏകദേശം ഞാൻ ഈ ഒരു ഏരിയയിലാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ അപ്പിലേക്ക് വരാനുള്ള ചാൻസ് സ്കോപ്പ് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ആ ടൈമിൽ ഞാൻ ബാങ്ക് നിഫ്റ്റി എടുക്കാനാണ് പ്ലാനാക്കി. കാരണം എനിക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി. അങ്ങനെ ഞാൻ എൻട്രി എടുത്തത് മാറി പോവുകയാണ് ചെയ്തത്. ഈ ഒരു റേഞ്ചിൽ ഞാൻ സപ്പോർട്ട് ആണ് എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. അതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നേരെ ഡൗണിലേക്ക് വന്നു, നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു. അത് ഞാൻ ഏകദേശം നല്ല രീതിയിൽ ഞാൻ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 36K ആണ് ഞാൻ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 27K റേഞ്ചിൽ ഞാൻ യൂസ് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ എൻട്രി എടുത്തു. ഇവിടെ നിന്ന് കറക്റ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ക്ലോസിങ്ങിൽ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. അതിന് ശേഷം എൻട്രി എടുത്തപ്പോൾ നല്ല രീതിയിൽ ചെറിയൊരു മേലിലേക്ക് വരുന്ന പോലെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒറ്റയടിക്ക് ഡൗണിൽ ഒരു 5 മിനിറ്റിൽ തീരുമാനം. അതിന് ശേഷം ഈ റേഞ്ചിൽ എനിക്ക് മാർക്കറ്റ് എക്സിറ്റ് ആവേണ്ടത്. ഈ ഒരു ക്യാൻഡിൽ ഓപ്പണായി ഈ ഒരു റേഞ്ചിൽ ആണ് ഞാൻ എക്സിറ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏകദേശം 5K ഇതിൽ കാണുന്ന പോലെ ഈ ഒരു 5K എനിക്ക് ലോസായിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ലോട്ട് കൂട്ടി എടുത്തതാണ്. എനിക്കിന്ന് മോർണിംഗിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ മെല്ലെ ലോട്ട് കൂട്ടിയാൽ മതിയായിരുന്നു. ബട്ട് എനിക്കത് ഞാൻ ചെയ്തില്ല. ഞാനൊരു ആവറേജ് ചെയ്തിട്ട് എനിക്ക് ട്രേഡ് ചെയ്താലും മതിയായിരുന്നു, കുഴപ്പമുണ്ടായില്ല. നല്ല രീതിയിൽ മൂവ്മെൻറ്റ് മേലോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ അവിടെ നല്ല രീതിയിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ആവറേജ് ചെയ്ത് ഏകദേശം ഇവിടെ നിന്നുമായിട്ട് 2 ടൈമിലായിട്ട് ആവറേജ് ചെയ്താണെങ്കിൽ കൂടെ നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ നല്ല രീതിയിൽ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ഡൗണിലേക്ക് വന്ന് വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായത് മേലോട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ടാർഗറ്റ് ഇന്നത്തെ ഹൈയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ടാർഗറ്റ്. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റി. എന്തായാലും അതൊരു 5K ലോസ് വന്നു. അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലോട്ട് വന്നു. അതിനുശേഷം വീണ്ടും മേലോട്ട് വന്നപ്പോൾ ഇത് ഞാൻ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ലോട്ട് കമ്മിയാക്കി ഒരു എൻട്രി എടുത്തു. അത് നേരെ സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്ന പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് തട്ടാതെ പോലെ വന്നിട്ട് നേരെ ഒരു കയറ്റമാണ് കയറി തന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്കത് ടാർഗറ്റ് അടിക്കുകയാണ് ചെയ്തത്. ടാർഗറ്റ് അടിച്ച് ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഞാനത് ബ്രേക്ക് ഔട്ട് കിട്ടുന്ന പ്രതീക്ഷയാണ് ഇരുന്നത്. പക്ഷേ അത് അവിടെ നിന്ന് നേരെ ഒറ്റയടിക്ക് താഴോട്ട് വന്ന് ഇവിടെ നിന്ന് ക്ലോസിങ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 27K അടുത്ത് യൂസ് ചെയ്തു. ഈ ഒരു ട്രേഡിൽ ഞാൻ അത്ര ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം 15K അടുത്താണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ഏകദേശം 20% അടുത്തുള്ള ഇതിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഏകദേശം 12K അടുത്തോ അങ്ങനെ എന്തോ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു രണ്ടാമത്തെ ട്രേഡിൽ എനിക്ക് ചെറിയ പ്രോഫിറ്റാണ് ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. അതിന് ശേഷമാണ് പിന്നെ മൂന്നാമത്തെ ട്രേഡായിട്ട് വരുന്നത്. മൂന്നാമത്തെ ട്രേഡ് ഞാൻ അതിലും ഏകദേശം ഒരു 1:30 ആകുമ്പോഴാണ് എനിക്ക് ആ ട്രേഡ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തു. നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ആവും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് എടുത്തത്. ബട്ട് എനിക്ക് അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്താ സംഭവം ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടൊരു ബ്രേക്ക് ഔട്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴോട്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഇട്ട് താഴേക്ക് വന്നപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു നമ്മുടെ ഒരു റെസിസ്റ്റൻസിൽ ആക്ട് ചെയ്ത് താഴെ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. കുറച്ച് മേലോട്ട് പോയി. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഞാൻ ഏകദേശം 50 രൂപേൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് വന്നില്ല. നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു. വീണ്ടും റീടെസ്റ്റ് ചെയ്തു. വീണ്ടും ഡൗണിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അപ്പോഴേക്ക് ഏകദേശം ക്ലോസിങ്ങിൻ്റെ ടൈം ആവാനായി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ട്രേഡ് ഫുള്ളായിട്ട് അവിടെ നിന്ന് എക്സിറ്റായി മാറിയത്. അപ്പോൾ ഏകദേശം ഞാൻ വീണ്ടും ഇറങ്ങിയത് ടാർഗറ്റ് അടിച്ച ശേഷം വീണ്ടും ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു മേലോട്ട് വന്നിട്ടില്ലെങ്കിൽ, ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും.
പക്ഷേ ആ ഒരു ക്യാൻഡിൽ ഈ നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഓപ്പണിങ്ങിൻ്റെയും ക്ലോസ് ചെയ്തിട്ട് അത് ക്ലോസിങ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി മാറിയത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ നിന്നൊരു 5K എനിക്ക് ലോസ് ആയത് ഏകദേശം 50% അടുത്തോളം പ്രോഫിറ്റാണ് ചെയ്തത്. അതൊരു 10K 10 to 11K അടുത്തോളമാണ് ഞാൻ ഇതിലൊരു ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് എനിക്ക് ഇതിൽ ഒരു 5K അടുത്ത് എനിക്ക് 5K പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഓവറോളിൽ ടോട്ടൽ 3 ട്രേഡ് ചെയ്ത് 2-ൽ പ്രോഫിറ്റാണ്, 1-ൽ ലോസുമാണ്. ആ ലോസ് വന്നിട്ട് ചെറുതല്ല, ഏകദേശം 20% ലോസാണ്. അത് ക്യാപിറ്റൽ കൂടിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു ലോസ് വലിയൊരു ലോസായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നല്ല രീതിയിൽ പോയി എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ലോസ് ഇല്ല, ഈ ട്രേഡ് പ്രോഫിറ്റിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് നാളെയും മാർക്കറ്റ് നോക്കിയിട്ട് നല്ലൊരു ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നാളെ പറ്റുകയാണെങ്കിൽ ലൈവിലേക്ക് വരാനുള്ള ശ്രമമാണ് നോക്കുന്നത്. പിന്നെ ഇതുപോലെ വീഡിയോസ് ഇടുന്നതിൻ്റെ പകരം ലൈവിലേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആയി പ്ലാൻ ചെയ്തിട്ടിരുന്നു. ഒരു വൈഫൈ കണക്ഷൻ ബുക്ക് ചെയ്തിട്ട് 2 മാസം ഒക്കെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുക. 1 മാസം മേലെ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴാണ് ഫൈനലി അത് ഇന്നാണ് വന്ന് സെറ്റ് ചെയ്ത് നമുക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഇനി ലൈവിലായിട്ട് കാണാം. നമുക്ക് എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം, എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇനി മുതൽ നമുക്ക് ലൈവിൽ കാണാം. താങ്ക് യു.